ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഫേമസ് യൂട്യൂബേഴ്സ് ആണെന്ന് നിങ്ങൾക്ക് അറിയാലോ അല്ലേ? യെസ്. എന്തിനാണ് നമ്മൾ വന്നിരിക്കുന്നത്? എന്നെ മമ്മിത്തെ ആക്കാൻ പോവാ. മമ്മിത്തെ അല്ല, റീനു. ഓക്കെ, നമ്മൾ ബബിൾക്ക് ചായക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ ഇതുപോലെ തോന്നുന്നത്, ഒന്നും വിചാരിക്കില്ല. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു കുഞ്ഞ് മേക്കപ്പ് സെറ്റ് ബോക്സ് എടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഉള്ളതാണ് സ്പോഞ്ചൊക്കെ. അത് മാത്രം വലിയ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 2 വലിയ ചീപ്പുണ്ട്, ചെറിയ ചീപ്പുണ്ട്. പിന്നെ ഒരു അരിയുന്നതുകൊണ്ട് ഒരു കരിയുണ്ട്. അപ്പോൾ നമുക്ക് റെഡി ആവാം. ഫസ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു സെറ്റിനകത്തുള്ളതിൽ ഇത് ഫസ്റ്റ് കണ്ണാടി കാണാൻ പറ്റുന്നുണ്ടോ? കണ്ടോ. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്തുള്ള ഇതെല്ലാം ഐഷാഡോ ആണ്. ഇത് ബ്ലഷ്, ചീറ്റിങ് അതൊക്കെ പറയാം. പിന്നെ ഇത് കോമ്പാക്ട്. ദെൻ ഇവിടെ ആണ് ലിപ്സ്റ്റിക്സ് ഉള്ളത്. അതിൻ്റെ കൂടെയാണ് ഈ സ്പോഞ്ച് ഇരുന്നത്. ആൻഡ് ദെൻ ഇത് ഒരു ബ്രഷാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് കോമ്പാക്ട് എടുത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് വരാവേ. അപ്പോൾ ഇവിടെ നമ്മളത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. കരി ഓൾറെഡി എഴുതിയിട്ടുണ്ട്. എന്നാലും നമുക്ക് ഒന്ന് സെറ്റ് ആക്കി കൊടുക്കാം. താഴത്തെ കരി ജസ്റ്റ് ഒന്ന് മാറ്റാം കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ അവൾ കാര്യമൊക്കെ മാറ്റിയിട്ടുണ്ട്, കാണാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ ആ നേരത്തൊന്ന് കരി എഴുതാമെന്ന് വിചാരിച്ചു. ഇനി നമുക്ക് അവലൊന്ന് മേക്കപ്പ് എടുക്കാം. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ഹെയർ സ്റ്റൈൽ ചെയ്തില്ല. ഓക്കെ, നമുക്ക് മമ്മിത്തേലിക്കല്ലേ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഐലൈനർ ഒന്ന് എഴുതി കൊടുക്കാം. നമ്മൾ ഡാസ്ലറിൻ്റെ ഐലൈനറാണ് എടുക്കുന്നത്. ഇത് അരവിന്ദ് ലാബോറട്ടറീസ് ചെന്നൈയിൽ നല്ല ടെസ്റ്റഡ് ആയിട്ട് വന്നിട്ടുള്ളതാണ്. ഇത് 5 ml ആണുള്ളത്. 5 ml എന്ന് പേര് മാത്രമേ ഉള്ളൂ. കുറേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നമുക്കൊന്ന് ഐലൈനർ എടുക്കാം. മമ്മിതേ വാലിടും, ഭയങ്കര വാലല്ല, ചെറിയ രീതിയിൽ. അത് നമുക്ക് പിന്നെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ അപ്പുറത്തെ കണ്ണൂടെ പിന്നെ ഇട്ട് വരാം. ഓക്കെ ഫ്രണ്ട്സ്, നമ്മൾ കണ്ണൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ? സൂം ചെയ്യാൻ എങ്ങനെയാണ്? ഓക്കെ, സൂം ചെയ്യേണ്ട നിങ്ങൾ അടുത്ത് തന്നെ കണ്ടോളൂ. പിന്നെ നമുക്ക് വാലാണ് വരച്ച് കൊടുക്കാനുള്ളത്. വാലൊക്കെ അതൊക്കെ വരച്ച് കൊടുക്കാം. ഓക്കെ, നമുക്ക് വാൽ സെറ്റ് ആക്കാം. മമ്മിത് അങ്ങനെ വാൽ വരയ്ക്കാറുണ്ട്. എന്നാലും ജസ്റ്റ് ഒരു വിങ്ഡ് ആയി കഴിഞ്ഞാൽ വരച്ച് കൊടുക്കാം. അപ്പോൾ മമ്മിത് വരയ്ക്കുന്നത് പോലത്തെ വിങ് അല്ല നമ്മൾ വരച്ചേക്കുന്നത്. അത് വരയ്ക്കാൻ വിചാരിച്ചു. പിന്നെ വേറെ മോഡലാക്കി. ഓക്കെ, നമ്മൾ പൊട്ടും കൂടെ വെച്ച് കൊടുത്തതന്നെ നമുക്ക് ബ്ലഷ് അല്ലെങ്കിൽ ചീറ്റിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. കണ്ണ് ഉണങ്ങി വന്നതിന് ശേഷം നമുക്ക് എന്താ ഐഷാഡോ ഇട്ട് കൊടുക്കാം. ഓപ്പൺ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ബ്ലഷ് ഇടാം. അത് ഇതിൻ്റെ ഈ ഒരു സൈഡ് വെച്ചിട്ട് ഫൗണ്ടേഷൻ, ഈ ഒരു സൈഡ് വെച്ചിട്ട് ബ്ലഷ് കാണുന്നത്. അമലി സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു കളർ ബ്ലഷ് ഇട്ടാൽ മതിയല്ലോ. അപ്പം ഈ ഒരു ലൈറ്റ് കളറാണ് ഷെയ്ഡ്. ഇത് ഡാർക്കും ആൻഡ് ഇത് ലൈറ്റും ആണ്. നമ്മൾ ലൈറ്റ് കളറാണ് സെലക്ട് ചെയ്തത്. കാരണം മണി കളറാണ് യൂസ് ചെയ്യുന്നത്. അതിലും ചിരിച്ച് ഓക്കെ മതി. അങ്ങനെ ബ്ലഷ് ഇടാൻ അപ്പോൾ കുറച്ചുകൂടി ബ്ലഷ് ഇടാം. കാരണം മമ്മിത്തെ ആ ലുക്ക് വരണ്ടേ. മമ്മിത്തെ ലുക്കാണ് നമ്മൾ ഫുള്ളി എക്സെപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഈ സൈഡിലെ ബ്ലഷ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാവുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ ക്യാമറ കൊണ്ടുവരാം. നമുക്ക് നേരിടുന്നത് ഈ സൈഡും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് ഫ്രണ്ട്സ്. ആൻഡ് സ്റ്റിൽ നമുക്ക് അടുത്ത സൈഡിലൂടെ ആ ഒരു ബ്ലഷ് കംപ്ലീറ്റ് ആക്കി. ഹെയർ സ്റ്റൈലൂടെ കഴിയുമ്പോഴാണ് ഫ്രണ്ട്സ് നിങ്ങൾ നല്ല രീതിയിൽ ലുക്ക് കാണാൻ പോകുന്നത്. അതിനുശേഷം എന്നെ അപ്രീഷിയേറ്റ് ചെയ്യുക. ഓക്കെ, നമ്മൾ ബ്ലഷ് ഇട്ട് കംപ്ലീറ്റ് ആയിട്ട് വരാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ വളരെ കണ്ണ് തുറന്നിട്ടുണ്ട്. നമ്മൾ ബ്ലഷ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നോസിൽ ജസ്റ്റ് ഒന്ന് ടിൻറ്റി ഒന്ന് റെഡിഷ് മുക്കാക്കി കൊടുക്കാം. ആൻഡ് ദെൻ കോമ്പാക്ട് വെച്ചിട്ട് സൈഡ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഞാനാണ് കളിക്കുന്നത്. ടിഷ്യൂ വെച്ച് തുടച്ച് കൊടുക്കാം. ഓക്കെ, നമ്മൾ ടിഷ്യൂ വെച്ചിട്ട് ഒന്ന് ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. നമുക്കിനി താടിയോട് സെറ്റാക്കാം. ഓക്കെ, നമ്മുടെ ഫേസ് കംപ്ലീറ്റ് ആകുമെന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം നമുക്ക് ഐഷാഡോ ഇട്ട് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആകും. ഐഷാഡോ മറ്റേ വെച്ചിട്ടാണ്. ഏത് സൈഡ് വെച്ചിട്ടാണ്? ഇല്ല, ലിപ്സ്റ്റിക്കിനെ കൈ ഉണ്ടാകുന്നത്. നമുക്കൊരു ഐ ഷേഡ്, നമ്മൾ ഈ ഒരു ഷെയ്ഡ് ഐ ഷേഡാണ് ഇട്ട് കൊടുക്കുന്നത്. റോസ് ആൻഡ് ഓറഞ്ച് ഫീലുള്ള നമുക്ക് അപ്പത്തെ കൺട്രോൾ ഇട്ടിട്ട് തരാം കേട്ടോ. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളൊന്ന് കാണിച്ചു തരാം. കണ്ണടയ്ക്കും. കണ്ണതാ നമ്മൾ ബ്ലഷൊക്കെ ഇട്ടിട്ടുണ്ട്. ആൻഡ് ദെൻ
ചീറ്റിൻ്റെ നോസ്റ്റിങ് എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഹെയർ സ്റ്റൈൽ സെറ്റ് ചെയ്യാം. ഹെയർ സ്റ്റൈൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാനും കൂടെ ഒന്ന് ഒരുങ്ങിയിട്ട് വരാം. നമ്മൾ രണ്ടുപേരും മന്ദാലിക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ് അന്നൊക്കെ എന്നെ മേക്കപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു തന്നു. അതുകൊണ്ട് നമ്മൾ മേക്കപ്പ് ചെയ്യാൻ പോകുന്നു. ഫസ്റ്റ് സീൻ നിങ്ങൾ കണ്ടോളൂ. എന്നെ അടിക്കാനൊക്കെ ഇനി ഞാൻ അങ്ങോട്ട് അടിക്കാൻ പോവാണ്. ഫസ്റ്റ് എൻ്റെ മുഖം ഓവർ എൻ്റെ മുഖം റൗണ്ട് അതാണ് നമ്മളുള്ള ഒരേ ഡിഫറൻസ്. ബാക്കിയല്ല സ്വഭാവമല്ല സെയിമാണ്. നാളേക്ക് ചെറിയ ഒരു ലോകത്തിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് കൊടുക്കാം. കണ്ടോ ഫ്രണ്ട്സ്, എനിക്ക് അമലിൻ്റെ കട്ടി ബുക്കുണ്ട്. ഓക്കെ ഓക്കെ ഇനി വരണേ മൂക്കിലറിയേണ്ടത് വലിയ സംഭവം. നിന്റെ പോയാ ഇല്ല കണ്ണുണ്ട് എവിടെ? അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഓഫാക്കുകയാണ്. അപ്പോൾ ഗൈസ് ഞാൻ എനിക്ക് ഐലൈനർ അടിക്കാൻ പോവാണ്. കോണ്ടാക്റ്റൊക്കെ ഇട്ട് ബെല്ലൊക്കെ ചെയ്ത് ഇനി ഐലൈനർ അടിക്കാൻ പോവാണ്. ഫ്രണ്ട്സ് ഐലൈനർ എഴുതിയപ്പോഴും എഴുതാത്തപ്പോഴുള്ള എൻ്റെ രണ്ട് കണ്ട ഡിഫറൻസ് നിങ്ങൾ നോക്കൂ ഗൈസ്. നമുക്ക് അതാണ് വലിയ ഈ കണ്ണാണ് അപ്പോൾ ഗൈസ് നമ്മൾ ഐലൈനർ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ഇനി നമുക്ക് ബ്ലഷ് ഇടാം. ഇതാണ് കേട്ടോ അതിലും ബില്ല്. എന്തെങ്കിലും മാറ്റമുണ്ടോ ഫ്രണ്ട്സ്? നമ്മൾ അപ്പുറത്ത് ഇട്ടിട്ട് വരാം. അതിന് വെയിറ്റ്. ഓക്കെ ഫ്രണ്ട്സ്, നമ്മൾ അങ്ങനെ ലിപ്സ്റ്റിക് ഇട്ടിട്ട് നമുക്ക് ഐ ഷാഡോ കൊടുക്കാം. ഓക്കെ നമുക്ക് ഐ ഷാഡോ കൊടുക്കാം. ഓക്കെ അമല്യ ഈ ഐ ഷാഡോ ആണ് കൂടുതൽ നോക്കാം. സാറ്റർഡേ വരുമ്പോൾ ലൈബ്രറി അത് പലപ്പോഴും കാലൊടിഞ്ഞോ പരീക്ഷ പരീക്ഷ ഓക്കെയാ അതെല്ലാവർക്കും ഉണ്ട്. മറ്റേ വയ്യാണ് എപ്പോഴും വരും. എന്താ മുമ്പ് എന്തോ ഒരു പറഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ നമ്മുടേതായ കുറേ ചാനൽസിൻ്റെ കാര്യമൊക്കെ പറയുമായിരുന്നു. ഓക്കെ ഇന്ന് നമുക്ക് അമലിയുടെ ഹെയർ സ്റ്റൈൽ ചെയ്ത് കൊടുക്കാം. അമലിൻ്റെ കമൻസ് ഇട്ടേ ഹെയർ സ്റ്റൈൽ ആയിട്ട് നമ്മൾ അമലിയുടെ തലയിലുള്ള ചിത്രശലഭത്തിലൊക്കെ വലിച്ചെടുത്തിട്ടുണ്ട്. ആൻഡ് ദെൻ ക്ലിപ്പുകളില്ല, നല്ല വെള്ള മാലാകെ പോലെ തിളങ്ങുന്ന ക്ലിപ്പുകളാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. ഇവിടെ ജസ്റ്റ് ഇതാക്കിയിട്ടുണ്ട്. ഓക്കെ ഫ്രണ്ട്സ് എനിക്ക് ബാഗ് കുറിച്ചുണ്ടാകും. എനിക്കത് ചെടുത്തു. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ജടമൊക്കെ ഇറക്കാനായിട്ട് ഈ ചിക്കൻ അത് നീ കുറച്ച് കഷ്ടപ്പെട്ടു. അധികം കഷ്ടപ്പെടുന്നില്ല. ഞാൻ എൻ്റെ മുന്നേ മനസ്സ് പഠിക്കുന്നതാണ്. ചായ കുടിക്കുന്നത് ചായ വേണം. കട്ടൻ ചായ എനിക്ക് ചായ ഇടുന്നതിന് തിരക്കിലാണ്. അപ്പോൾ ഞാൻ ഒരുവിധം സെറ്റാക്കിയിട്ടുണ്ട്. നമുക്ക് ഹെയർ സ്റ്റൈൽ ചെയ്യാം. ഫസ്റ്റ് നമ്മൾ സൈഡിലൊരു ബബിലെന്നൊക്കെ പറയുന്ന സംഭവം. ഓക്കെ നമ്മുടെ ലിപ്പ് കംപ്ലീറ്റ് ആയിട്ട് ലിപ്പ് നമുക്ക് ചെയ്യാം. അതിന് മുമ്പായിട്ട് ഈ ഒരു ചിപ്പ് വീതി കുറഞ്ഞ ചിപ്പ് നമുക്ക് പോകാം. ഇതേപോലെ തോന്നുമ്പോൾ എനിക്ക് തോന്നുന്നു വാട്ട് ഈസ് ദിസ് എന്ന്. പക്ഷേ അപ്പോൾ അതിൻ്റെ ലുക്ക് കാണുക ഇതിനോ ബെറ്റർ. നമുക്ക് മൂന്ന് ക്ലിപ്സ് യൂസ് ചെയ്ത് ടൈറ്റ് വെക്കാം. ഇനി നമുക്ക് ഇത് മങ്ങി ജസ്റ്റ് ഒന്ന് വെള്ളോട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ചിപ്പ് ഉപയോഗിച്ചാൽ സെറ്റ് ചെയ്യും. കമല നമുക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഒരു സംഭവം ചെയ്യാം. നമുക്ക് ജസ്റ്റ് ഫോൾഡ് ആക്കി വെക്കും. ഓക്കെ ഫ്രണ്ട്സ്, അമലിൻ്റെ ലുക്ക് ഞാൻ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അമലിൻ്റെ ബൊമ്മലൊന്ന് പ്രേമലോനും അമിത ആയാണ് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഓക്കെ അതിനുശേഷം അമലി എൻ്റെ ചെയ്ത് അമലി ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. എൻ്റെ ഭംഗിയൊന്നും മറ്റേ ഓക്കെ വി ആർ സോ ഫണ്ണി ഗൈസ്. 13 മിനിറ്റ് 32 സെക്കൻഡ്.
മുടിയെ കഴിച്ചിട്ട് വരാം. ഓക്കെ ഫ്രണ്ട്സ്, നമ്മൾ മുടി അങ്ങനെ അഴിച്ചിട്ടിട്ടുണ്ട്. ജയുടെ ആർക്കും അവൻ്റെ നിൽക്കേണ്ടതില്ല. നടുക്കി നിർത്താം, സൈഡിൽ നിൽക്കണം. അടക്കം പിടിക്കാൻ പോലെ മുടി ഒതുങ്ങിയിരിക്കും. ഒതുങ്ങിയിരിക്കുന്ന ഒരു മുടിയൊക്കെ ഉണ്ട് ചേട്ടാ. വെരി ബാഡ് ആയിട്ടുണ്ട് ഫ്രണ്ട്സ്. ഞാൻ പാട്ടോടൊന്ന് കളിച്ചാണ്ട് ആവശ്യം മാത്രമേ ഉള്ളൂ. പാട്ട് തെലങ്കാന കുമ്മതി. ഓക്കെ, ഇനി നമുക്കിത് ചുരുട്ടി വെക്കാവുന്നതാണോ? ഇങ്ങനെ ഇരിക്കും. ഹൗ വാസ് ഇറ്റ് ഗൈസ്? വളരെ ബെറ്റർ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ കാണാൻ കൊള്ളാം എങ്കിൽ കമൻറ്റ് ചെയ്യുക. കൊള്ളില്ലെങ്കിൽ കമൻറ്റ് ചെയ്യരുത്. കാരണം കൊള്ളില്ലെന്നാണ് തോന്നുന്നത്. എന്നെ കാണാൻ കൊള്ളില്ലാന്ന് തോന്നുന്നു. പക്ഷെ അങ്ങനെ കാണാം. എൻ്റെ മുടിക്ക് എന്താ മുടി കാണാത്ത